പ്രാർത്ഥന സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കും. ഞാൻ തന്നെ കേൾക്കണം, മുഹ്യദ്ദീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ആരെങ്കിലും എൻ്റെ ശബ്ദത്തിൻ്റെ പരിധിയിലുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കണം, ഖുർആൻ നിങ്ങൾ കയ്യിലെടുക്കുക. ഞാൻ അറിയണ ഒരു ഉസ്താദിനെ കൊണ്ട് നിങ്ങൾ പിന്നെ നോക്കിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ ഖുർആനിൽ എവിടെയെങ്കിലും അള്ളാഹു വല്ലാത്ത ആരോടെങ്കിലും ഒരു പ്രാർത്ഥന, ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടോ നോക്കി നിങ്ങൾ. കാരണം എത്ര പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരോട് ആരോടെങ്കിലും ഒരു പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കാൻ അള്ളാന്റെ കൽപ്പന എന്താ? വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമസ്കാരത്തിന് നമ്മൾ തേടുന്നത് എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു ഏറ്റവും അടുത്തുള്ളവനാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. തീർച്ചയായും ഞാൻ നിങ്ങളോട് ഏറ്റവും അടുത്തുള്ളവനാകുന്നു. പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ്. പാപമോചനത്തിന് വേണ്ടി ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളുടെ തിന്മകൾ നീ മായിച്ചു തരികയും ചെയ്യണമേ. സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരോടാ? റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി. എൻ്റെ നാഥ, എന്നെയും എൻ്റെ സന്തതികളെയും നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ. ഈ പ്രാർത്ഥനകളൊക്കെ സുഹൃത്തുക്കളെ അള്ളാഹുവിനോട് മാത്രമാണ്. ഹദീസ് നോക്കിങ്ങൾ, ഹദീസിൽ എവിടെയെങ്കിലും അല്ലാത്തവരോടൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയോ? ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുന്നുവെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹ്. ആരോടാണ്? അല്ലാഹുമ്മ ബിക അസ്ബഹനാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈകൻ നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായത്താൽ ഞങ്ങൾ ഇതാ പ്രഭാതത്തിൽ എത്തിയിരിക്കുന്നു, നിന്റെ സഹായത്തിൽ ഞങ്ങൾ ഇതാ പ്രദോഷത്തിലും എത്തിയിരിക്കുന്നു, നിന്റെ ഇച്ഛയാൽ ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, നിന്റെ ഇച്ഛയാൽ ഞങ്ങൾ ഇതാ മരിക്കുന്നു, നിന്നിലേക്കാണ് ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. രോഗശമനത്തിനുള്ള തേട്ടത്തെ പറ്റി പറഞ്ഞത് എന്താ? രോഗികളെ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖ്മാ. അതും തന്നെ അല്ലാഹു, മനുഷ്യരുടെ രക്ഷിതാവായ അല്ലാഹുവേ, നീ പ്രയാസം ഞങ്ങൾക്ക് നീക്കിത്തരണേ. ഇവിടെ ഒന്നും പ്രവാചകന്മാരോട് പ്രാർത്ഥനയില്ല, കഴിഞ്ഞുപോയ ബദ്രീങ്ങളോട് പ്രാർത്ഥനയില്ല, ഉഹുദീങ്ങളോട് പ്രാർത്ഥനയില്ല. ആരോട്? അള്ളാഹിനോട് മാത്രമാണ് കാണാൻ കഴിയുക. അള്ളാഹുവിനോടുള്ള പാപമോചനം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വ അനാ അബ്ദുക്. അല്ലാഹുവേ, നീയാണ് എൻ്റെ രക്ഷിതാവ്, നീയല്ലാതെ യാതൊരു ദൈവവുമില്ല. നീ എന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്റെ അടിമയാണ്, ദാസനാണ്. എന്തെങ്കിലും ഭയമുണ്ടായാൽ കോഴിമുട്ടയിൽ വരയാൻ പോവുകയല്ല, വേറെ എന്തെങ്കിലും ജപിച്ച് കെട്ടിത്തൂക്കുകയല്ല, മറിച്ച് അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുവേ, ശത്രുക്കളുടെ നേരെ ഞങ്ങൾ നിന്നെ മുൻനിർത്തുന്നു, അവരുടെ തിന്മകളിൽ നിന്ന് ഞങ്ങൾ ഇതാ നിന്നോട് കാവൽ തേടുന്നു. സുഹൃത്തുക്കളെ, ഇങ്ങനെ ബോധി പോവുകയാണെങ്കിൽ എത്ര ഉണ്ട്? എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾ ഒന്ന് ചിന്തിക്കുക. അള്ളാഹിനോടല്ലാത്തൊരു പ്രാർത്ഥന ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. അപ്പൊ നമ്മക്ക് അള്ള പോരെ? മഹാന്മാരും അവരെയൊക്കെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷെ അള്ളാഹിനോട് ചോദിക്കണത് അവരോട് ചോദിക്കരുതെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതെന്തിനാ? ഞങ്ങൾക്ക് വോട്ടുണ്ടാക്കാനാണോ? ഞങ്ങൾക്ക് സംഘടനയിൽ ആളെ ചേർക്കാനാണോ? അല്ലെങ്കിൽ നിങ്ങളോട് നാളെ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറയാനാണോ? അതൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഇത് നിങ്ങളുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നിങ്ങളുടെ ഖബറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ഒരു നസീഹത്ത് ഇവിടെ പ്രവാചകന്മാർ നിർവഹിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര ഗൗരവമുണ്ട് ഈ വിഷയത്തിന്.